ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കിച്ചണിലെ പണിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇടാമെന്ന് ഓർത്തിരിക്കണത്. അപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഒന്നെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ബഹളമായിട്ടുള്ള ക്ലീനിങ് എനിക്ക് ഇഷ്ടമല്ല. ഒന്നെങ്കിൽ കിച്ചണിൻ്റെ പരിപാടി, അതായത് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകണം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഒരു സമാധാനമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മോളൊക്കെ സ്കൂളിലൊക്കെ വിട്ടിട്ട് സമാധാനമായിട്ട് ആരും ഉണ്ടാകരുത്. സത്യം പറഞ്ഞാൽ എനിക്ക് വീട് ക്ലീൻ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഹോളും വേറൊരു ചെറിയൊരു ബെഡ്റൂമും ഉണ്ട്. അത് ഞാൻ മുന്നേ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ബെഡ്റൂമും കൂടിയാണ് ഉള്ളത്, അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഷോർട്സിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ മാസ്ക് വെക്കണതിനെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ എന്നും പറഞ്ഞ്. മാസ്ക് വെക്കണതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളാണല്ലോ. എനിക്കെന്ന് വെച്ചാൽ ഡസ്റ്റ് ഭയങ്കര അലർജിയാണ്. എനിക്ക് ചെറുതായിട്ടൊന്ന് നമ്മൾ പറയില്ലേ പറ്റിക്കൂടി പോയാൽ മതി, അപ്പം തന്നെ എനിക്ക് അലർജി തുടങ്ങും. അപ്പം ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ മാസ്ക് വെക്കും. എനിക്ക് മാസ്ക് ഇല്ലാണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഭയങ്കര അലർജിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ പോലെ ഇരിക്കും. അപ്പം ഞാൻ എന്തായാലും മാസ്കൊക്കെ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കർട്ടൻസൊക്കെ ഒന്ന് മാറ്റാമെന്ന് ഓർത്തു. അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല രീതിയിലൊക്കെ ആ മാറാലേക്ക് ഒന്ന് അടിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ കട്ടിലേ കിടക്കണ തലേണയും ബെഡ്ഷീറ്റ് ഇപ്പം ഞാൻ മാറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ മേളിൽ കയറി നിന്നിട്ടാണ് ഫാനും കാര്യങ്ങളൊക്കെ തുടക്കണത്. അപ്പോൾ ആ ബെഡിൽ അഴുക്കാകില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കർട്ടൻസൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കൂടെ ആ തലേണയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ മതിലുള്ള മാറാലേക്ക് ഞാൻ തട്ടിയെടുക്കണേണ്. ഇതൊരു പഴയ ചൂലാണ് കേട്ടോ. അപ്പോൾ ഒരു പഴയ ചൂല് ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അടിച്ച് കഴിയണ ചൂലൊരു 3/4 ഭാഗം നശിയാറായി എന്ന് തോന്നുമ്പോഴേക്കും ഞാൻ പുതിയ ചൂല് മേടിക്കും. അപ്പോൾ ഈ പഴയ ചൂല് ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് ഈ മാറല തട്ടാനൊക്കെ ഞാൻ ഉപയോഗിക്കും. പിന്നെ ഈ മഞ്ഞ കളറിലോ ഇത് കണ്ടോ, അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചൂലിൻ്റെ അതാണ്. അതും നല്ല ഉപകാരമുള്ളൊരു സാധനമുണ്ട്. ഈ ജനലിൻ്റെ സൈഡിലുള്ള പൊടി കളയാനും ഈ നമുക്ക് ചൂലെത്താത്ത വിധത്തിലുള്ള ഓരോ മൂലകളുണ്ടല്ലോ അവിടുത്തെ പൊടി കളയാനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലീനിങ് എന്ന് പറയണത് ഞാൻ മാസത്തിൽ ഒരു തവണ ക്ലീൻ ചെയ്യും എന്നെനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ സമയവും സാഹചര്യവും അനുസരിച്ചായിരിക്കും ഞാൻ ചിലപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. ഒരു മാസം കൂടുമ്പോൾ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം. ഇപ്പോൾ എൻ്റെ വീട് എനിക്ക് നോക്കുമ്പോൾ ക്ലീൻ അല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. ഇപ്പം നമ്മളൊരു മുറി കയറുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാറാലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ആ ഒരാഴ്ച ഞാനൊന്ന് പ്ലാൻ ചെയ്യും. എനിക്ക് ഏത് ദിവസം ആ മുറി ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന്. അതിപ്പോൾ എൻ്റെ ഒരു സമയം പോലെ ഇരിക്കും. ചിലപ്പോൾ എനിക്ക് പണികൾ ഇല്ലാത്തൊരു ദിവസം പെട്ടെന്ന് തോന്നും ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അന്ന് ഞാൻ ഉടനെ അങ്ങോട്ട് ക്ലീൻ ചെയ്യും. ഒരു മണിക്കൂറിൻ്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യാറുള്ളത്. ഞാൻ ഒരിക്കലും ഈ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ഫുൾ ഡേ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ടയേർഡാകും. ഞാൻ അപ്പോൾ മുമ്പ് പറഞ്ഞില്ലേ ഞാനപ്പോൾ ക്ലീൻ ചെയ്യണ ഒരു പ്ലാനിങ് ഉണ്ടെന്ന്. അത് ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം ഒരു മുറി എന്ന രീതിയിലായിരിക്കും ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. പിന്നെ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത മുറി ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്കധികം ടയേർഡായിട്ട് തോന്നാറില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫുൾ ഡേ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വീട് ക്ലീൻ ചെയ്യാനിരിക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം പോലെ ഇരിക്കും. അപ്പോൾ എൻ്റെ മോള് സ്കൂളിൽ നിന്ന് വന്നത് ഉച്ചക്കാണ്. അപ്പോൾ ഞാൻ രാവിലെ മോളെ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1:45 മോള് വരും. അതിൻ്റെ ഇടയിൽ എനിക്ക് ഏതാണ് സമയം കിട്ടണേന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. ഒന്നെങ്കിൽ അടുക്കള പണിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് രാവിലെ തന്നെ മോൾ പോയി കഴിയുമ്പോൾ അങ്ങോട്ട് തീർക്കും. ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കൂടി അടുക്കള പണിയും തുണി വിരിക്കലും അതൊന്നും എനിക്ക് നടക്കാത്ത കാര്യമാണ് സത്യം പറഞ്ഞാൽ. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്യാൻ സമയമുണ്ടോയെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇരിക്കുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടി എവിടെയെങ്കിലും പോകാനോ അങ്ങനെയൊന്നും എനിക്ക് പറ്റാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ക്ലീനിങ്ങിനായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഡെയിലി ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഉൾപ്പെടുത്താറുള്ള കുറച്ച് ഭാഗങ്ങളാണ്
ജനലിൻ്റെ ഭാഗങ്ങൾ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഈ കമ്പിയും കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് അവിടെ ഞാൻ മസ്റ്റായിട്ടും ഡെയിലി ഞാൻ ക്ലീൻ ചെയ്യാറുള്ളതാണ്. പിന്നെ ഈ ടി വി വെക്കുന്ന ടേബിള്, പിന്നെ നമ്മുടെ റൂമിൽ എന്തെങ്കിലും വിധം ചെറിയൊരു ടേബിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അലമാര, അതിൻ്റെ മിറർ, അതൊക്കെ ഞാൻ ഡെയിലി ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വീടൊന്ന് നമ്മൾ അടിച്ചിടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒന്ന് അടിച്ച് തുടക്കുമ്പോൾ തന്നെ ഡീപ്പ് ക്ലീനിങ് അല്ലാതെ തന്നെ നമുക്കൊന്ന് ക്ലീൻ ആയിട്ടിരിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഡീപ്പ് ക്ലീനിങ് മാസത്തിൽ ഒരു തവണ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനൊരു 3 മാസം കൂടുമ്പോഴാണ് ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ദേ അടിക്കലും തുടക്കലൊക്കെ ആയിട്ട് എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ആ ഒരു മുറി മാത്രമാണ് ചെയ്തത്. പിന്നെ ആ ഊരിയ കർട്ടൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് കുത്തി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് മിഷ്യത്തിലിട്ട് കറക്കിയെടുക്കണം. അതിൻ്റെയൊക്കെ പണിയൊക്കെ പെട്ടെന്ന് കഴിയും. കുറച്ച് നേരം ഞാനൊന്ന് കുത്തി വെക്കാറുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ പൊടി വരാറുള്ളത് കർട്ടനിലൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ എൻ്റെ ഏകദേശമല്ല, ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഇനിയൊന്ന് വെള്ളം മുക്കി ഒന്ന് തുടക്കണം, നിലമൊക്കെ ഒന്ന് വെള്ളം മുക്കി തുടക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതേ ഉള്ളൂ.